ഇത് മേഴ്സി. സ്വപ്നങ്ങളിൽ സ്വർഗീയ ചാരുതയാർന്ന നിറങ്ങൾ മാത്രം ചാർത്തിയവൾ, ചിന്തയിൽ ദൈവവരപ്രസാദം മാത്രം കണ്ടവൾ. പ്രവൃത്തിയിൽ ദൈവീക ചേതന മാത്രമേറ്റവൾ. ഹായ് ചേച്ചി. ഹായ് മായ. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടറിയാൻ വേണ്ടി വന്നതാണ്. എന്ത് സാറും പിള്ളേരും ഒക്കെ ഉണ്ടോ? സാറിവിടെ ഉണ്ട്, പിള്ളേരും ഇവിടെ ഇല്ല. പിള്ളേരെല്ലാവരും പുറത്താണ്. നമുക്ക് അകത്തേക്ക് ഇരിക്കാം അല്ലേ? അകത്തേക്ക് ഇരിക്കാം. ഒറ്റപ്പെടലിൻ്റെ ചതഞ്ഞെറിഞ്ഞ വേദനകളിൽ ഗദ്ഗതം മുറ്റിയ വാക്കുകൾ ഒരു ചീന്തു കരച്ചിലായി ഇടറിത്തെറിച്ചപ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ മുന്നിൽ മുട്ടുകുത്തി രക്ഷിക്കാൻ പതറി പറഞ്ഞവൾ. ഈ ഇടർച്ചയും ഈ പതർച്ചയും പിന്നൊരു നാൾ വിജയവഴികളിലെ മാണിക്യമായി മാറിയപ്പോൾ കർത്താവൊരുക്കിയ നേട്ടങ്ങളുടെ പട്ടികയിൽ ചേർത്തുവച്ചു ഇവൾ തന്നെ, തൻ്റെ കുടുംബത്തെ. ഗുജറാത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു ധ്യാനത്തിന് സഹായിക്കാൻ പോയത്. അവിടെ ധ്യാനാവസരത്തിലുണ്ടായ ചില അനുഭവങ്ങളാണ് എന്നെ ഭാവിയിൽ ദൈവം എൻ്റെ സൃഷ്ടിയിൽ അവിടുന്ന് ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ വിളി എന്നെന്ന് എനിക്ക് വ്യക്തമാക്കി തന്നത്. ജീവൻ്റെ ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുക എന്നൊരു വിളി. അങ്ങനെ ഞങ്ങൾ ആരംഭിച്ചതാണ് കൃപ പ്രോ ലൈഫേഴ്സ് എന്ന പ്രോ ലൈഫ് മൂവ്മെൻറ്റ്. 18 വർഷമായി ഇടതടവില്ലാതെ ജീവൻ്റെ ശുശ്രൂഷയ്ക്ക് കേരളത്തിലും പുറത്തും ഒക്കെ പോയി കടന്നു നിന്ന് പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു. ആ പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും വലിയ സഹായമായിരിക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ ജീവിത പങ്കാളി തന്നെയാണ്. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും എന്തെല്ലാം തടസ്സം ഉണ്ടായാലും മാനുഷ്യമായുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും ഏത് സമയത്ത് എവിടെ ക്ലാസ്സുകൾക്ക് പോകുമ്പോഴും പ്രവർത്തനത്തിന് പോകുമ്പോഴും എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, എൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളി ഉണ്ട് എന്നത് എനിക്ക് ഏറ്റവും വലിയ ബലം തരുമായിരുന്നു. എബ്രഹാം സാറും മേഴ്സി ചേച്ചിയും ശാലോം പ്രേക്ഷകർക്ക് വളരെ സുപരിചിതരാണ്. എന്നിരുന്നാലും നിങ്ങളുടെ കുറച്ചധികം വിശേഷങ്ങൾ ഇന്നെനിക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് പുത്തൻകളം ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എനിക്ക് ഭർത്താവും 7 മക്കളുമുണ്ട്. 7 മക്കളിൽ 3 പേര് മൂന്ന് മക്കളുടെ ജീവിത പങ്കാളികളാണ്. പിന്നെ ഇളയ മകന് സെമിനാരിയിൽ വൈദിക പരിശീലനം 10ാം വർഷം പഠിക്കുന്നു. മൂത്ത 2 ആൺമക്കൾ വിവാഹം കഴിച്ച് അവർ ജോലിയുമൊക്കെ ആയിട്ട് ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്നു. ന്യൂസിലാൻഡിലാണ് ജീവിക്കുന്നതും വർക്ക് ചെയ്യുന്നതും. പിന്നെ മോള് ഇംഗ്ലണ്ടിലാണ്. ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട്. പിന്നെ മൂത്ത മകനിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു. രണ്ടാമത്തെ മകൻ്റെ മകള് ഗർഭിണിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മക്കളെല്ലാവരും ദൈവീക കാര്യത്തിൽ സന്തുഷ്ടരായി ജീവിക്കുന്നു. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഒന്നാമതായിട്ടുള്ളത് ആധ്യാത്മികതയാണ്. രണ്ടാമതാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലുമുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ആധ്യാത്മികതയുടെ വഴിയിൽ മക്കളെ വളർത്തി വലുതാക്കി അവരിപ്പോൾ ഓരോ സ്റ്റേജിൽ എത്തിച്ചേർന്നതിൻ്റെ നല്ല പൊസിഷനിൽ അവരെല്ലാവരും എത്തിച്ചേർന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യങ്ങളാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് കിടക്കണം. ഏതായാലും മക്കളാൽ സമ്പന്നമായ, ഒത്തിരി കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ ഒരു കുടുംബമാണ് നിങ്ങളുടേത്. സഭയ്ക്ക് വേണ്ടി സാറും ചേച്ചി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അതായത് പ്രോ ലൈഫ് മേഖലയിൽ ധാരാളമായി ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് ഒരു 10
37 വർഷമായിട്ട് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 37 37 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കരിസ്മാറ്റിക് ധ്യാനം എൻ്റെ കോളേജിലെ പഠനത്തിൽ, ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ വെച്ചുള്ള ധ്യാനത്തിലാണ് ഞാൻ എൻ്റെ പഠനകാലത്ത് BA പഠിക്കുന്ന കാലത്ത് ഞാൻ കൂടിയത്. അന്നു മുതൽ ഇന്ന് വരെയും ആ കിട്ടിയ ഒരു പ്രചോദനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വഴിനടത്തിപ്പ് ഞാൻ വളരെയധികമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 35 വർഷം തികയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ജീവിത പങ്കാളിയും അതുപോലെ തന്നെ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി വന്ന ഒരാളാണ്. എന്നേക്കായി 1 വർഷം പിന്നെയാണ് ധ്യാനം കൂടിയത്. എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ചേരുവാൻ ദൈവം ഇടയാക്കി. അതിലൂടെ ഞങ്ങൾക്ക് ദൈവം തന്ന ഞങ്ങൾക്ക് മക്കളെ തന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്. 4 മക്കളെ തന്നത്. ഈ 4 മക്കളുടെ പേരിൽ ഒരുപാട് ഞങ്ങളെ മനുഷ്യർ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്തിനാണ് ഈ 4 മക്കള്? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നിങ്ങൾ പ്രോ ലൈഫ് മിനിസ്ട്രിയിൽ വളരെയേറെ സജീവമാണ്. അതെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 മക്കളെ ദൈവം തരികയും ചെയ്തു. എന്തൊക്കെയാണ് ആ പ്രോ ലൈഫ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞങ്ങളൊരു 18 വർഷം മുമ്പാണ് പ്രോ ലൈഫ് മിനിസ്ട്രി ആരംഭിച്ചത്. അത് ഞങ്ങൾ ഗുജറാത്തിൽ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു അച്ഛനുമായിട്ട്, ഫാദർ ദെമിയാനോസ് കോച്ചേരിയുമായിട്ടൊരു ധ്യാനം അവിടുത്തെ ജനത്തിന് കൊടുക്കുവാനായിട്ട് ഒരു ഇടവ പള്ളിയിൽ അവിടെ ചെന്നു. ധ്യാനത്തിൻ്റെ അവസരങ്ങളിലൊക്കെ ആളുകൾക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ, ചലനമില്ലാതിരുന്നു. ലാസ്റ്റ് ദിവസം ഈ അബോഷനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞപ്പോൾ ജനമെല്ലാം ഒന്ന് ഉണർന്നു. അപ്പോൾ അതിനുശേഷമാണ്, അവിടെ വെച്ച് തന്നെയാണ് ഞങ്ങൾ പ്രോ ലൈഫ് മിനിസ്ട്രി ആരംഭിക്കുന്നത്. ഒരു ചെറിയ എക്സിബിഷനൊക്കെ, ഞങ്ങളുടെ കയ്യിലുള്ള പടങ്ങളൊക്കെ പള്ളിയുടെ മുറ്റത്തോ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിൽ നിരത്തി വെച്ചു, അത് കാണിച്ചോ കൊടുത്തു. അവിടെ തുടങ്ങി ഞങ്ങൾ 18 വർഷമായി. ഇപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും പ്രോ ലൈഫ് മിനിസ്ട്രി ആണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി തന്നെയാണ്, വചനത്താൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് ഞങ്ങൾ പ്രോ ലൈഫിൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രോ ലൈഫ് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു ക്ലാസ് മാത്രമല്ല, ബോധവൽക്കരണമാണ്. അറിവില്ലാത്ത ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും രാത്രിയും പകലെന്നുള്ള വ്യത്യാസമില്ലാതെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ 4 കുഞ്ഞുങ്ങളും ആയിരിക്കുന്ന കുടുംബത്തിൽ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് ഉറപ്പ് മറ്റൊന്നല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആത്മീയ ചൈതന്യം. മിഡ്സ് എന്നെ പലരോടും പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ വീട് വിട്ടു പോകുമ്പോൾ പലരും അന്വേഷിക്കും അവരുടെ ഭക്ഷണം എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന്. ഈ ഭക്ഷണവും കാര്യങ്ങളും അല്ല അന്വേഷിക്കേണ്ടത്, അവരുടെ ആത്മീയ കാര്യമാണ് അന്വേഷിക്കേണ്ടതെന്ന് പറയാറുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ആധ്യാത്മിക ചൈതന്യം കൊടുത്തുകൊണ്ട് അവരെ ശരിയുടെ പാതയിലൂടെ തന്നെ ആണ് മേഴ്സി നയിച്ചിരുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. സെമിനാരിയിൽ പോയിരിക്കുന്ന മകനാണേലും അവന് വേണ്ടി ഏത് സമയം മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നതും, കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരാവശ്യം വരുമ്പോഴും ഞങ്ങൾ ആദ്യം വീട് പണിതപ്പോൾ ഏറ്റവും ആദ്യമേ ക്രമപ്പെടുത്തിയ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ്. ആ പ്രാർത്ഥനാ മുറിയിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ട് മക്കൾക്കും ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് തീർച്ചയായും ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇന്നും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലമായി മക്കളും പറയാറുണ്ട്. അവർക്കും എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവരെപ്പോഴും വിളിക്കും, മമ്മി ഇന്ന വിഷയമുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണേ. ആ വിഷയം കേട്ടാൽ ആ സമയം മുഴുവൻ മുതൽ അതിനുവേണ്ടി ഇരുന്ന് തീഷ്ണനോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവിക വേലയുടെ വഴിയെ ഒന്നിച്ച് നടത്തും തുടങ്ങിയ ഈ കുടുംബം വിജയവഴികളിലെ പടിക്കെട്ടുകൾ ഉയരങ്ങളിലേക്ക് കണ്ടു. എനിക്ക് തോന്നുന്നു സാറ് വളരെ ആക്റ്റീവാണെന്ന്. വളരെ ആക്റ്റീവാണ്. കാരണം എൻ്റെ ജീവിത പങ്കാളി വളരെയധികം ഫുൾ ടൈം ആക്റ്റീവായിട്ട് ഇതിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ 37 വർഷമായിട്ട് ഞാനും 36 വർഷമായിട്ട് അദ്ദേഹവും ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ സജീവമാണ്. ഇതിനിടയിൽ മക്കളുണ്ടായി, മക്കളെ വളർത്തണം, കുഞ്ഞു പിള്ളേർ, അടുപ്പിച്ചടുപ്പിച്ചുള്ള കുട്ടികൾ, ഇതെല്ലാം കൂടെ ആയപ്പോൾ എല്ലായിടത്തു നിന്നും നമുക്ക് ഒരു സപ്പോർട്ട് വളരെ കുറവായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു സപ്പോർട്ടുണ്ട്. ആധ്യാത്മിക കാര്യത്തിൽ അവർ ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. അവിടെ നിന്നാണ് എന്നെ വളർത്തി ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ എൻ്റെ പിതാവ് തന്നെ മരിക്കാൻ നേരം എന്നോട് പറഞ്ഞതാണ്, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾ ദൈവവേല നിർത്തരുത്,
അതെന്നെ വളരെയധികമായി ടച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദൈവവേല തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാസ്റ്റ് ഉണ്ടല്ലോ നമുക്ക്, ഉണ്ട്. അതെങ്ങനെയായിരുന്നു? ദൈവവേല തുടങ്ങുന്നതിന് മുൻപെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് ഈ ധ്യാനം ആദ്യമായി കൂടുന്നത്. അന്ന് കോളേജിൽ വെച്ച് ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് കർത്താവിനെ പ്രഘോഷിക്കണം. അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ സഹപാഠികളൊക്കെ ഒത്തിരി എന്നെ കളിയാക്കി, ഇതെന്ത് വട്ടായി പറയുന്നത്, എങ്ങനെ സാധിക്കും എന്ന്. പക്ഷേ കോളേജിൽ വെച്ച് തന്നെ ഞാൻ ഒരു പ്രെയർ ഗ്രൂപ്പ് ഞങ്ങൾ ആരംഭിച്ചു. അവിടം തൊട്ടിങ്ങോട്ട് ഞാൻ വീക്കെൻഡുകളിലൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു നായിക്കമ്പറമ്പിലച്ഛൻ്റെ കൂടെയും അവരോടൊക്കെ ഞാനിങ്ങനെ ടീമിൽ, ഞാൻ കോളേജിലെ ഒരു കൊച്ചു പെൺകുട്ടിയാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പാട്ട് പഠിപ്പിക്കുക, സ്തുതിപ്പിക്കുക. പിന്നെ ഞാനിങ്ങനെ കൗൺസിലിങ്ങിന്, അച്ഛനൊക്കെയാണ് എന്നെ കൗൺസിലിങ്ങിലേക്ക് ഇരുത്തിയത്. അങ്ങനെ ഞാനൊരു 15 വർഷത്തോളം കൗൺസിലിംഗ് രംഗത്തുണ്ടായിരുന്നു. സാർ എങ്ങനെയായിരുന്നു? ശരിക്കും വിവാഹം കഴിച്ചയക്കുമ്പോൾ സാറ് സുവിശേഷ പ്രഘോഷകനൊന്നും അല്ലായിരുന്നു. എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഫിലിം ഫീൽഡിലാണ്. അതിനുശേഷം ഒരു 2 വർഷത്തിന് ശേഷമാണ് ആ ഫീൽഡിൽ നിന്ന് പതുക്കെ മാറുവാനായിട്ടുള്ള കാര്യമുണ്ടായത്. അത് ഒരു ശക്തമായ ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. ആദ്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം ഞങ്ങൾ മദ്രാസിൽ സ്റ്റുഡിയോയിലായിരുന്നു. ഞങ്ങളുടെ ഒരു ഫിലിം ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ സംവിധായകനല്ലേ, അപ്പോൾ അവിടെ കാണണം, അതുകൊണ്ട് അവിടെയായിരുന്നു. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഷൂട്ടിംഗ് വേളയിലൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കണ്ണടച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതെന്തൊരു ഇതാണ്, എനിക്കിത് ഇഷ്ടമില്ല, കർത്താവേ ഇതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഇങ്ങനെ ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ ആഗ്രഹിക്കുന്ന പോലെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു മേഖലയാണ് ഫിലിം സംവിധാനം, നിർമ്മാണം, ഇതൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇങ്ങോട്ട് വരാനുള്ള അങ്ങനെ ഒരു പ്രചോദനം എന്താണ് മനസ്സിൽ തോന്നാൻ? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആദ്യത്തെ എൻ്റെ 1978 എൻ്റെ കരിസ്മാറ്റിക് ധ്യാനം, കോളേജിൽ വെച്ചുള്ള ആ ധ്യാനമാണ് എൻ്റെ ഉള്ളിൽ ഈ ലോകത്തിലെ ഈ ചൈതന്യമൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും മാറാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരിക്കുന്നത്. അതിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എനിക്ക് ആ ഒരു പ്രചോദനം തന്നല്ല, മറ്റാരുമല്ല, എൻ്റേതായ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൊണ്ടുമല്ല അങ്ങനെ ഒരു ചിന്താഗതി വന്നത്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ അന്ന് മുതൽ സജീവമായിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഇവിടെ അടുത്ത് കുന്നേപ്പള്ളിയിലൊരു പ്രെയർ ഗ്രൂപ്പൊക്കെ ആരംഭിച്ചു. ഞങ്ങൾ 5-8 പേരുമായിട്ട് ആ ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ച് കോട്ടയത്തേക്ക്, എന്നെ കോട്ടയത്താണ് ഭർത്താവിൻ്റെ വീടന്ന്, അവിടേക്ക് പോകുന്നത്. അവിടെയും എടവപ്പള്ളിയിലെ പ്രെയർ ഗ്രൂപ്പിൽ അംഗമായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു 7-8 വർഷം കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിക്ക് വന്നു. ചങ്ങനാശ്ശേരിയിൽ വന്നാണ് ഞങ്ങൾ സെറ്റിൽഡ് ആകുന്നത്. അബ്രഹാം സാർ ഈ ഫിലിം ഫീൽഡിൽ നിന്ന് വിട്ട് സുവിശേഷ പ്രഘോഷണ വേദിയിലേക്ക് വരാനുള്ള കാരണം ചേച്ചിയുടെ പ്രാർത്ഥനയാണോ? തീർച്ചയായിട്ടും പ്രാർത്ഥന മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം അല്ലാതെ മാറുവാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. ഒരു തരത്തിലും മാറാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. പക്ഷെ ദൈവം അത് മാറ്റി എന്നുള്ളതാണ്. നവീകരണത്തിൻ്റെ പുതിയ ഭാവതലങ്ങൾ തുറന്നു കിട്ടിയതിൻ്റെ ഓർമ്മയിൽ ആത്മീയ അനുഭവം അനിർവചനീയമാണെന്ന് മേഴ്സി. നമുക്കറിയാം, ഇന്ന് മനുഷ്യർക്ക് ഏറ്റവും അധികം താല്പര്യമുള്ളൊരു മേഖലയാണ് ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രശസ്തിയും പേരും ഒക്കെ ലഭിക്കുന്ന ആ മേഖലയിൽ നിന്ന് മാറി സുവിശേഷ പ്രഘോഷണ ആ വേദിയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഫിലിം ഫീൽഡ് വിട്ട് കഴിഞ്ഞപ്പോൾ മുതൽ സാമ്പത്തിക മേഖല തീർത്തും ഇല്ലാതായി. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ അത് തീരെ ഇഷ്ടമായില്ല. നിങ്ങളിനി മുമ്പോട്ട് പ്രാർത്ഥിച്ച് ജീവിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഭർത്താവിൻ്റെ വീട്ടുകാർ മാത്രമല്ല, സ്വന്തക്കാരെല്ലാവരും തന്നെ. പക്ഷേ പുതിയ മേഖല പിന്നെ ഉപജീവന മാർഗത്തിന് കണ്ടെത്തേണ്ടി വന്നു. വളരെ ദുർഘടമായിരുന്നു ഒരു കാര്യം ശരിയായി വരാനൊക്കെ. ആ കാലം തൊട്ട് തമ്പുരാൻ്റെ ഭയങ്കരമായ പരിപാലന ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതകരമായ വഴിനടത്തിപ്പ് ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതാരോടെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ ആദ്യം കുറ്റപ്പെടുത്തുന്നത് എന്നെയാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പങ്കുവയ്ക്കാറില്ല. പങ്കുവയ്ക്കുന്നത് മുഴുവനും ഈശോയോടാണ്. ഈശോയോട് പറയും, ഈശോയെ നിനക്കായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം വിട്ടത്, ഇനി ഞങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരണം, ജീവിതമാർഗം. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോവുകയായിരുന്നു. മക്കളുടെ വളർച്ചയിലും പഠനത്തിലും അവർക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പോഴപ്പോൾ ദൈവം കരുതി തരുന്നത് പോലെയായിരുന്നു. അപ്പോൾ അതൊരു ദൈവീയ ഇടപെടൽ ശക്തമായിട്ട് അറിഞ്ഞൊരു കാലഘട്ടമാണ് ഇന്ന് വരെയെന്ന് ഞാൻ പറയും. അത് മക്കളെ നല്ലതുപോലെ ദൈവത്തിലോട്ട് കൂടുതൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു കാര്യമായിട്ട് തീർന്നു. അവരും അതുകൊണ്ട് തന്നെ ദൈവത്തിലോട്ട് തിരിയാനും പ്രാർത്ഥിക്കാനും, കൂടുതൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈശോ എല്ലാം തരും. ഒരു TV തന്നെ ആദ്യം ഇല്ലായിരുന്നു.
അപ്പോൾ മൂത്ത മകൻ കുഞ്ഞായിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ ടി വി കാണാൻ പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പറയും മോനെ കൊണ്ടുപോയി കാണിക്കാം. അപ്പോൾ മോൻ പറയും വേണ്ട, എനിക്ക് ഈശോ ടി വി തരുമെന്ന് മമ്മി പറഞ്ഞിട്ടില്ലേ, അത് ഞാൻ കണ്ടോളാം. അടുത്ത 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ടി വി കിട്ടാനുള്ള ഒരു സാഹചര്യവും ഞങ്ങളുടെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പരിപാടിയിലൂടെ ആ ഒരു വർക്കിലൂടെ കിട്ടി. അപ്പോൾ ദൈവം ഇങ്ങനെ ഓരോന്നും തമ്പുരാൻ്റെ പരിപാലനയാണ്. ഈ വീട് പോലും മുഴുവനും ദൈവം പണിയിച്ചതാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതെ മക്കളെ വളർത്തി വലുതാക്കി ഇത്രയുമാക്കി. പക്ഷെ ചെറിയ ചെറിയ ബിസിനസ്സുകളായിരുന്നു, അപ്പോൾ ഏജൻസി ബിസിനസ്സുകളൊക്കെ ചെയ്തു. അതുകൊണ്ടൊന്നും നമുക്ക് എല്ലാം ഒന്നും തികയത്തില്ല. പക്ഷേ എല്ലാം തികപ്പിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒന്നിനും കുറവ് വരുത്തിയില്ല. വേണ്ടതുപോലെ നടത്തുവാനും എല്ലാവരുടെ ഒപ്പം ആയി. ഞങ്ങളാരും ഞങ്ങളെ കുറവുള്ളവരായിട്ട് കാണാൻ ദൈവം ഇടയാക്കിയില്ല. അത് ആ ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും മക്കൾ ഉറക്കത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. ഞാൻ കുഞ്ഞിലേ മുതലേ പറഞ്ഞു കൊടുക്കും, എൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ള എല്ലാം നൽകും. ആ വചനം മക്കളെ പഠിപ്പിക്കുകയും നല്ല ബുദ്ധി കൊടുക്കുകയും അവർക്ക് പരീക്ഷകളിൽ നല്ല വിജയം കൊടുക്കുകയും എല്ലാം ചെയ്തു എന്നുള്ളതാണ് വലിയ ഒരു കാര്യം. മാതാപിതാക്കൾ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ വളരെ സജീവമാണ്. പക്ഷേ പല മാതാപിതാക്കളും ഇങ്ങനെ സജീവമാണെങ്കിൽ അവരുടെ മക്കളൊക്കെ ചിലപ്പോൾ ആ മേഖലയോട് തീരെ താല്പര്യമില്ലാതെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. മക്കളൊക്കെ വളരെയേറെ ദൈവവിശ്വാസമുള്ളവരും ഭക്തിയുള്ളവരും ഈ സുവിശേഷ പ്രഘോഷണ മേഖലയോട് താല്പര്യമുള്ളവരുമാണ്. എങ്ങനെയാണ് അവരുടെ ഒരു പ്രാർത്ഥനാ ജീവിതവും കാര്യങ്ങളും ഒക്കെ? എൻ്റെ ഉദരത്തിൽ ഉരുവായ നിമിഷം തൊട്ടേ ഞാൻ അവരെ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുഞ്ഞുങ്ങളായി തീരണം. കാരണം വളരെയധികം ക്ലേശങ്ങളുടെ നടുക്കാണ് കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചതും പ്രസവിക്കുന്നതും വളർത്തുന്നതും എല്ലാം. വളരെയധികം കഷ്ടാനുഭവങ്ങളായിരുന്നു. എല്ലാവരിൽ നിന്നും ഒരു ഒറ്റപ്പെട്ട അനുഭവം, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. പക്ഷെ അന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് വളരെ ഒരു സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു. മോറൽ സപ്പോർട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് ധാരാളമായി നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, എന്നാൽ ഭൂരിപക്ഷവും ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവരും ഞങ്ങളെ വിമർശിക്കുന്നവരുമായിരുന്നു. അവരുടെ മധ്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ദൈവവിശ്വാസം കുഞ്ഞിലേ മുതലേ അവരുടെ ഉള്ളിലേക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും സ്വർഗത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. കുഞ്ഞു പിള്ളേർക്ക് അവരുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ ഈശോയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള കഥകളാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അവരത് ഭയങ്കരമായിട്ട് സ്വീകരിക്കും. പിന്നെ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിൻപും ഒക്കെ പ്രാർത്ഥന, എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥന മുറി വന്നിന്നുള്ള പ്രാർത്ഥന, ഇതെല്ലാം എവിടെ പോയിട്ട് വന്നാലും എങ്ങോട്ട് പോകാൻ ഇറങ്ങിയാലും പ്രാർത്ഥന. അപ്പോൾ എല്ലാത്തിനും ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ജീവിതം കുഞ്ഞുങ്ങൾക്ക് കൊച്ചിലേ മുതലേ കൊടുത്തിരുന്നു. അപ്പോൾ അവർ ഏറ്റവും അധികം കാണുന്നത് ഇത്രയും ഒരുപാട് സഹനങ്ങളുണ്ടായിട്ടും മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചാൽ കിട്ടുമല്ലോ എന്ന് ഞങ്ങളോട് പറയും. പപ്പായും മമ്മിയും ഞങ്ങൾക്ക് ആ ഒരു ബോധ്യം തന്നിരുന്നു. ഏത് സമയം പ്രാർത്ഥിക്കുക, പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പ്രാർത്ഥിക്കുക, ഒരു ദൈവവചനം വായിച്ചിട്ട് പ്രാർത്ഥിക്കുക, ബുദ്ധിയെ തരുന്നത് ദൈവമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ മക്കളെല്ലാവരും നല്ല പഠനം, നല്ല ബുദ്ധിയുള്ളവരും നല്ല മികവുള്ളവരും പഠനത്തിൽ വളരെ ഉയർന്നവരുമാണ്. നല്ല വിദ്യാഭ്യാസക്കാരിയാണ്. മോള് MSc ഫുഡ് ടെക്നോളജി ഫസ്റ്റ് റാങ്കുകാരിയാണ്. മോള് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മോളെ കോളേജിലേക്ക് അവർ ലെക്ചർ പോസ്റ്റിലെടുത്തു. പിന്നെ ആ മോൾ ആ MSc ഒക്കെ പഠിച്ചു തീർന്നത് നല്ല ഭാരിച്ച പഠനച്ചെലവുള്ളപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഭയങ്കര പരിപാലനയായിരുന്നു. അതുപോലെ മൂത്ത മോൻ IT ഫീൽഡാണ്, മാത്യൂസ്. മാത്യൂസ്, ഫ്രാൻസിസ്, ജോൺസ്, നിമ്മി. പിന്നെ 3 മക്കളോടുള്ളത് റോജി, മീര, ദിവ്യ. പിന്നെ 2 കൊച്ചുമക്കളോടുണ്ട് ഞങ്ങൾക്ക്. മറിൻ 1.5 വയസ്സുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു കൊച്ചു മോനെ ജനിച്ചിട്ടിപ്പോൾ 1 മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. അവൻ എബ്രഹാം ജോസഫാണ്. അപ്പോൾ ഇനി ഒരാൾ ഉദരത്തിൽ കിടക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇപ്പോഴേ കൊടുക്കുന്നത് ഈശോയാണ്. ഈ മോളുടെ കുഞ്ഞെന്ന് പറയുന്ന 1.5 വയസ്സുള്ള കുഞ്ഞ് ഇപ്പോഴേ പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ വചനം പറയുമ്പോൾ കൈകൂപ്പി പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങും. കാരണം ആ ഒരു ട്രെയിനിങ് ആണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ കൊച്ചിലേ കൊടുത്തത്. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് കാണുന്ന മാതാപിതാക്കൾക്കൊക്കെ ഒരു വലിയ പ്രചോദനമായിരിക്കും ചേച്ചിയുടെ വാക്കുകൾ. നമുക്കറിയാം, ഇത് വെറോനിക്ക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. വെറോനിക്ക എന്ന് പറയുന്ന വ്യക്തി എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് കർത്താവിൻ്റെ സമീപത്തേക്ക് ഓടിയെത്തിയ ആളാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിട്ടും പ്രതിബന്ധങ്ങളുണ്ടായിട്ടും ഈശോയെ മുറുകെ പിടിച്ച ഒരു കുടുംബമാണ് നിങ്ങളുടേത്. എനിക്കൊന്ന് ചേച്ചിയേക്കാൾ സജീവമാണ് സുവിശേഷ പ്രഘോഷണ രംഗത്ത് എബ്രഹാം സാർ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുക? ഇപ്പോൾ 35 വർഷമായിട്ട് ജീവിത പങ്കാളി കർത്താവിൻ്റെ ശുശ്രൂഷ രംഗത്ത് തന്നെയാണ് സജീവമായിട്ട്. അതിൽ
ഇപ്പോൾ 18 വർഷമായിട്ടാണ് പ്രോലൈഫിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള കാലങ്ങളെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി സോണിൻ്റെയും കോട്ടയം സോണിൻ്റെയും ഒക്കെ കരിസ്മാറ്റിക് സോണിൻ്റെ കോർഡിനേറ്ററായിട്ട് വളരെ നാൾ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ചങ്ങനാശ്ശേരി രൂപതയുടെ ഫാമിലി അപ്പസ്ലേറ്റിൻ്റെ കീഴിലുള്ള പിതൃവേദിയിൽ അതിൽ കൂടുതലായിട്ട് അതിരൂപത പ്രസിഡൻ്റായിട്ട്, എന്ന് വെച്ചാൽ ഈ രൂപതയിൽ ഇനിയും കയറിയിറങ്ങാൻ പള്ളികൾ അദ്ദേഹം ഇല്ലയെന്ന് വേണം പറയാൻ. ക്ലാസ്സുകൾ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഈ രൂപതയിലുള്ള പള്ളികളിൽ തന്നെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഫുൾ ടൈമായിട്ട് കാലത്തെ പോയി വൈകിട്ടെത്തി ചിലപ്പോൾ എത്താറില്ല. മക്കളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് വരാറില്ലായിരുന്നു എത്താൻ പറ്റാത്ത സ്ഥലത്ത് പോകുമ്പോൾ. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാവുമ്പോൾ ഒത്തിരി ഭാരവും ബുദ്ധിമുട്ടും ഭാര്യ എന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. മക്കളുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ എല്ലാ കാര്യങ്ങളും, കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഭർത്താവ് ചെയ്യേണ്ടതും നോക്കേണ്ടതുമായ കാര്യങ്ങൾ കൂടി ഞാൻ നോക്കേണ്ടി വരും. ഓർമ്മയുടെ തുരത്തിൽ മേഴ്സി കടർത്തിയെടുത്ത് കാണിക്കാൻ വേദനയുടെ കഥനമുണ്ട്. ഒരു സാറിൻ്റെ അസാന്നിധ്യത്തിൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, വീട്ടുകാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ടുള്ളത്? അത് എന്നെ ഒരു വചനം എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതെൻ്റെ ആദ്യത്തെ ധ്യാനത്തിന് എനിക്ക് കിട്ടിയ ഒരു വചനമാണ്. അപ്പോൾ ആ ഒരു തിരുവചനം എപ്പോഴും ഞാൻ ഉള്ളിൽ ഇങ്ങനെ ആവർത്തിക്കും. ചിലപ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വരും, ഒത്തിരി സങ്കടങ്ങൾ വരും. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കിട്ടാതെയും കൂടെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് മുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളെല്ലാം വരും. പക്ഷേ ഞാൻ ഉടനെ ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മനസ്സിലങ്ങ് പറയും, ഈശോയെ എല്ലാം നിൻ്റെ മഹത്വത്തിനായിട്ട് കാഴ്ചവെക്കുന്നു, ശക്തീകരിക്കണമേ. അപ്പോൾ മക്കൾ തന്നെ പറയും, ഇനിയും പപ്പ കുറച്ച് സമയം പോവുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു, മമ്മിക്ക് കുറച്ചുകൂടെ ഭാരം കൊണ്ട്. ഞാൻ അപ്പോൾ പറയില്ല മോനെ, മക്കളെ ഇതൊക്കെ ജീവിക്കുന്ന കാലത്ത് എപ്പോഴും നടക്കില്ല. പപ്പ ഒരു ഫിലിം ഫീൽഡിൽ നിന്ന് മാറുന്ന ആ സമയത്ത് ഒരു ഹാർട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പ്രാർത്ഥിച്ച ആ ഒരു സഹനത്തിലൂടെയൊക്കെയാണ് ദൈവം ഇതിൽ നിന്ന് മാറ്റിയത്. 29 വയസ്സിലൊരു ഹാർട്ട് പ്രോബ്ലം ഉണ്ടായി. അപ്പം ഞാൻ പറയും, അന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് പപ്പ ഇല്ലാതെ വന്നിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം പപ്പായെ തന്നു, അതുകൊണ്ട് പപ്പ ചെയ്തോട്ടെ. പക്ഷേ എൻ്റെ ഭാരം കാണുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്, സങ്കടമൊക്കെ കൊച്ചു പിള്ളേരാണെങ്കിൽ അവർക്കുണ്ടാകുമായിരുന്നു. പക്ഷേ അവർക്ക് ഞാൻ ധൈര്യം കൊടുക്കുന്നത് ഈശോയുടെ നാമത്തിലാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ലെന്ന് പറയും. പക്ഷേ എനിക്ക് ചുറ്റുപാടിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ചോദിക്കും, നിങ്ങൾക്കിങ്ങനെ കുടുംബജീവിതമൊക്കെ നോക്കി ഇവിടെ നിന്നാൽ പോരെ, ഇതൊക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പോട്ടെ, എന്തിനായി നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് ഇങ്ങനെ ഓടുന്നത്, കുറച്ചൊക്കെ വീട്ടിൽ. പക്ഷേ മനുഷ്യർക്ക് മനസ്സിലാവില്ല ഓരോ ദിവസവും ദൈവം എത്ര മനോഹരമായിട്ടാണ് കൊണ്ടുപോകുന്നതെന്നും. അതായത് കഷ്ടനഷ്ടങ്ങളുടെ നടുവിൽ, അതാണ് എനിക്ക് പറയാനുള്ളത്, ഭയങ്കരമായ കഷ്ടനഷ്ടങ്ങളുടെ നടുവിൽ ദൈവം വളരെയധികമായിട്ട് കൈപിടിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ. മക്കളെ ഒന്നും പഠിപ്പിക്കാൻ ഞാൻ അങ്ങനെ കൂടെ ഇരുന്നൊന്നും വായലയ്ക്കണ്ട. അവരെല്ലാവരും കൂടി ഒരു ടേബിളിന് ചുറ്റുമേ ഇരിക്കുകയുള്ളൂ. മാറ്റി മാറ്റി ഇരുത്തിയാൽ പഠിക്കില്ല. എല്ലാവരും കൂടി ഒരിടത്തിരുന്ന് പഠിക്കും, നല്ല മാർക്ക് വാങ്ങും. അവർക്ക് ഫീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഭാരം മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം അവർ ചെയ്തോളും, തനിയെ ചെയ്തോളും. ഞാൻ മറ്റ് അടുക്കള കാര്യങ്ങളും അവർക്ക് ഭക്ഷണ കാര്യങ്ങളും അവിടെ മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് ഞാൻ നിൽക്കും. പിന്നെ ഭർത്താവ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ, പുറം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയും ഞാനും എൻ്റെ മൂത്ത മക്കളൊക്കെ ഒരുമാതിരി വലുതായപ്പോൾ അവരെ കൊണ്ടുമൊക്കെ ചെയ്യിപ്പിച്ച്. പക്ഷേ പലരും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും നല്ല വിഷമം തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ ഒരു ചടങ്ങിൽ, ഒരു വിവാഹ ചടങ്ങിൽ സംബന്ധിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ ആ ടേബിളിലുള്ളവരെല്ലാവരും കൂടി എന്നോട് വളരെ ആക്ഷേപത്തോടെ സംസാരിച്ചു. പ്രാർത്ഥനക്കാരായിട്ട് നിങ്ങൾ നടക്കുന്നവരല്ലേ, നിങ്ങൾക്ക് കുടുംബവും കുടുംബകാര്യവും ഒന്നും നോക്കാൻ നേരമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം രൂക്ഷമായിട്ട് അവർ നിന്ദിക്കുന്ന സംസാരം ഉണ്ടായി. അപ്പോഴും ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എല്ലാ നിന്ദനങ്ങളും ഏറ്റ തമ്പുരാൻ്റെ പാതയിൽ ഞങ്ങളൊന്ന് കാല് ചവിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ നിന്ദനങ്ങളൊന്നും എനിക്കിട്ടല്ലേ ഏൽക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഇറങ്ങിയിരിക്കുന്നത് ആ തമ്പുരാന് വേണ്ടിയാണ്. ഈ വചനം, ഈ ഒരു കാര്യം എന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നു. ആരുടെയും നിന്ദനം നിൻ്റെ മേൽ പതിക്കത്തില്ല. പക്ഷെ എനിക്ക് സങ്കടമൊക്കെ വരും. ഈ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും എബ്രഹാം സാറിനോട് പരാതി പറയാറുണ്ടോ?
പരാതി കുറച്ചൊക്കെ പറയും, തീരെ പറയാതിരിക്കത്തില്ല. ഇന്നയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വേറെ ആരോടും പറയാനില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വിഷമങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ പറയും ഇന്ന വിഷമങ്ങളുണ്ടായി, ഇന്നതുപോലെ ഞാൻ ഭാരപ്പെടുന്നുണ്ട്, പക്ഷേ ശക്തീകരിക്കുന്ന ദൈവം കൊണ്ടുപോകുന്നു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എനിക്ക് ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങോട്ടും പറയും, എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പരാതി പറയും, ഒത്തിരി സങ്കടങ്ങൾ ഞാൻ അവിടെയും പറയും. അതെൻ്റെ ആത്മീയ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവിത പങ്കാളിയോട് പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞോണം, ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റപ്പെട്ട് ഭയചകിതിയായപ്പോഴും മേഴ്സിക്ക് അഭയം കർത്താവായിരുന്നു. ഈ സാറില്ലാത്ത സമയങ്ങളിൽ കർത്താവ് ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ട് നിങ്ങളെ, അത് തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗിൾസ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ജീവിതത്തിൽ? ധാരാളമുണ്ട്. ഒരു ദിവസം ഇദ്ദേഹം വരുന്നത് രാത്രി 11 മണിക്കാണ്. അന്ന് ഞാൻ ഒരു 10:30 മണിയായപ്പോൾ മുകൾ ഭാഗത്ത് വളരെ കൊട്ട് കേൾക്കുന്നു, ശബ്ദം കേൾക്കുന്നു, ആകെ ബഹളമായി. എനിക്ക് എന്താണ്, ആരോ മുകളിൽ കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായി. എനിക്ക് ഈ ഭയം ഉണ്ടാകുമ്പോഴും ഞാൻ ഓടിക്കയറുന്നത് ഞങ്ങൾക്കുള്ള ഈ കൊച്ചു പ്രാർത്ഥന മുറിയിലേക്കാണ്. അവിടെ എനിക്ക് ഭയങ്കര സുരക്ഷിതത്വം, എല്ലാവരും എന്നെ നോക്കിക്കോളൂ എന്നുള്ളൊരിതാണ്. ഈശോയും മാതാവ് പിതാവും വിശുദ്ധരുടെ എല്ലാം കൂട്ടത്തിൽ പോയി അവിടോട്ടങ്ങ് നിൽക്കും. ഞാൻ പേടി വരുമ്പോൾ അവിടെ നിന്ന് ഞാൻ അങ്ങ് ഈശോയെ കാത്തോളണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ല വേറെ പ്രാർത്ഥനയൊന്നും എനിക്കപ്പോൾ വരാറില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം നല്ല ബഹളമായി. ഞാനപ്പോൾ ഈ കതകിലൊക്കെ നല്ല ഇടിയും മുട്ടും ഒക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കള്ളൻ വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് അപകടം പറ്റരുത്, ഇതിനകത്ത് എന്തെങ്കിലും ഉള്ളത് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് എനിക്ക് ഈശോ തന്നെ തോന്നിപ്പിക്കുന്ന പോലെ നീ മുറി തുറന്ന് വീട് പുറത്തേക്ക് ഇറങ്ങുക, പൂട്ടി അങ്ങ് ഇറങ്ങിയേക്കുക എന്ന് അങ്ങ് തോന്നിക്കുന്ന പോലെയായിരുന്നു. അങ്ങനെ ഞാൻ വീട് ഒരു 11:30 ആയി. ഞാൻ രാത്രിയിൽ ഈ ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങി ഞാൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പുറത്തുനിന്ന് ഞാൻ വീട് പൂട്ടി അവിടെ താക്കോലും പിടിച്ച് നിൽക്കുമ്പോൾ വണ്ടി വരുന്നു, ഇവർ വന്നെത്തുന്നു. വന്നിറങ്ങുമ്പോഴേ ഞാനിങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്ന സമയമായതുകൊണ്ടേ മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവൻ്റെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന കൊള്ളാം, ഇവിടെ അകത്തൊരു ജീവനുണ്ട്, കുറച്ചുകൂടെ നേരത്തെയൊക്കെ വന്നാൽ എനിക്ക് ഉപകാരമായിരുന്നെന്ന് ഞാൻ ആ പേടിയുണ്ട് പറയാനിടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഒരു കാര്യം ചെയ്ത് ആരോടും എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ല. പുറത്തൊരു വ്യക്തിയോട് പറഞ്ഞാൽ ഉടൻ കുറ്റപ്പെടുത്തലാണ്. എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന് ചോദിക്കും. അദ്ദേഹത്തിന് വീട്ടിൽ നിന്നാൽ പോരെയെന്ന് ചോദിക്കും. പക്ഷെ അത് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആരോടും പറയാറില്ല. ഇപ്പോൾ 6 വർഷമായിട്ട് മക്കൾക്ക് അറിയാം ഇങ്ങനെ അമ്മ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ മക്കൾ പറയും പപ്പ അധികം രാത്രിയാകാതെ 7 മണിയോടുകൂടി വീട്ടിൽ വരണം. അപ്പോൾ മക്കളെല്ലാവരും എന്നെ വിളിക്കുമ്പോൾ ചോദിക്കും പപ്പ നേരത്തെ എത്തുന്നുണ്ടോ, മമ്മിക്ക് പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ ഇച്ചിരി വൈകിയാലും മക്കളോട് പറയും ഇല്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. കാരണം മക്കൾക്ക് അങ്ങനെ പോലും ഒരു നെഗറ്റീവ്സ് ഞാൻ കൊടുക്കാറില്ല. ദൈവ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ആ ഇമ്പോർട്ടൻസും അല്ലെ അത് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങളും മക്കൾ ഒത്തിരി അനുഭവിച്ച് കഴിഞ്ഞു. ഒരു സുവിശേഷ പ്രഘോഷകൻ്റെ ഭാര്യ എന്ന നിലയിൽ എങ്ങനെയാണ് സാറിനെ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത് ഏറ്റവും വലുത് പ്രാർത്ഥനയാണ്. ഞാൻ ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് മണിക്കൂറുകൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല. അതായത് ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളുടെയും തിരക്കിൻ്റെയും നടുക്ക് ആ ത്യാഗം, ആ കഷ്ടപ്പാട് ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി കാഴ്ചവെക്കുന്നു. പിന്നെ അന്നത്തെ ദിവസം ഒരു ഉപവാസമോ ഒരു നേരമെങ്കിലും ഉപവാസം, എനിക്ക് തീരെ ആരോഗ്യം കുറഞ്ഞ സമയങ്ങളായിരുന്നു ആ സമയമൊക്കെ. അപ്പോൾ എനിക്ക് ഉപവാസമൊന്നും എടുക്കാൻ പറ്റില്ലേ പോലും ഒരു നേരം ഉപവസിക്കുകയോ ഒരു നോമ്പ് നോക്കുകയോ ഒക്കെ ചെയ്യും. അന്നത്തെ മാംസവും മത്സ്യമൊക്കെ മാറ്റി വെച്ച് അതിനുവേണ്ടി ആ ശുശ്രൂഷയുടെ നന്മയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. പിന്നെ ഇപ്പോൾ മക്കളൊന്നും ഇല്ലാതായപ്പോൾ എനിക്ക് ധാരാളം സമയം പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ അദ്ദേഹം പോകുന്ന സമയം തൊട്ട് മാതാവിൻ്റെ മുൻപിലുള്ള തിരി തെളിച്ച് എണ്ണത്തിരി കത്തിച്ച് ഞാൻ മുട്ടുമേൽ അവിടെ നിൽക്കും, ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, കരുണയുടെ ജപമാല ചൊല്ലും. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും. പക്ഷെ ആരോടും ഞാൻ പറയാറില്ല, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വേദനകളും സഹനങ്ങളും ശാരീരികമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള പരിഹാസമോ വേദനപ്പെടുത്തലോ ഒക്കെ വരുമ്പോൾ ഇതെല്ലാം ഞാൻ ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് കാഴ്ചവെക്കും. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ദൈവപദ്ധതി നിങ്ങളുടെ ഭർത്താവിലൂടെ നടക്കേണ്ടതിന് നിങ്ങൾ ഒരിക്കലും തടസ്സമായി നിൽക്കരുത്. അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് നിങ്ങൾ കൊടുക്കാവുന്ന സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
എല്ലാ വിധത്തിലും അവരുടെ പുറകിലുള്ള ശക്തി നിങ്ങളായിരിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. പിതാവേ, നവ്യമായ പ്രകാശകിരണങ്ങൾക്കു വേണ്ടി ഞങ്ങൾ അങ്ങേ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകർക്കുമേൽ നിപതിക്കുന്ന കാളകൂടം അങ്ങേ ദൃഷ്ടിയുടെ രശ്മികൾ കൊണ്ട് ഉരുക്കിക്കളയണമേ. എൻ്റെ സ്വപ്നവേഷങ്ങളിൽ അങ്ങയുടെ ഊർദ്ധം ചേർത്ത് നവജീവനാൽ പുതിയ മനുഷ്യനാക്കണമേ.